അപ്പോൾ നമ്മൾ എന്നുള്ളത് സ്ഫൂർത്തി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് 2003 തുടങ്ങിയ ഒരു ക്യാമ്പസ് ആണിത്. ഇവിടെ ഏതൊക്കെ കോഴ്സാണ് ഉള്ളത്? ഇവിടെ മാനേജ്മെന്റ് കോഴ്സുകളുണ്ട്, നഴ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകളുണ്ട്, അതുപോലെ ഫിസിയോതെറാപ്പി ഉണ്ട്, അലൈഡ് കോഴ്സുകളുണ്ട്. അപ്പോൾ ഈ ക്യാമ്പസിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ സെക്യൂരിറ്റി അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. ഇവിടെ കയറുന്ന പാരന്റ്സ് ആണെങ്കിലും അഡ്മിഷൻ എടുക്കാൻ വരുന്നവരാണെങ്കിൽ എല്ലാവരും ഇവിടെ ഡേറ്റ എൻട്രി ചെയ്തതിനു ശേഷം മാത്രമേ ക്യാമ്പസിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അതുപോലെ നല്ലൊരു എൻട്രി ഗേറ്റ് ഉണ്ട് അല്ലേ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു എൻട്രി ഗേറ്റ് ഉണ്ട്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇവിടുത്തെ കുറേ ബസ്സുകൾ കാണാം. ഈ സൈഡിലായിട്ട് സ്കൂളുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളുടെ ബസ്സാണ് ഈ സൈഡിൽ കിടക്കുന്നത്. കുറച്ച് മുൻപോട്ടേക്ക് പോകുമ്പോഴാണ് നമുക്ക് കോളേജ് ഉള്ളത്. കാരണം അത്ര വലിയൊരു ക്യാമ്പസ് ആയിട്ട് തോന്നുന്നില്ല. എന്നാൽ തന്നെ ബിൽഡിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂലി ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അതെ, ഇവരുടെ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഇവരുടെ സ്കൂളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കൊച്ചു കുട്ടികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ, ഉള്ള ഏരിയ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. നല്ല പുതിയ പുതിയ ബിൽഡിങ്സ് പോലത്തെ ബിൽഡിങ്സുകൾ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിലാണ് സ്ഫൂർത്തി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫാർമസി കോഴ്സും വരുന്നത്, ഫിസിയോതെറാപ്പിയും ഈ ഒരു ബിൽഡിങ്ങിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലൈബ്രറീസ് എല്ലാം ബിൽഡിങ്ങിൽ തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉള്ളത്, നമ്മളുടെ ചെക്ക് ലിസ്റ്റിനനുസരിച്ചിട്ട് ഉള്ള ക്യാമ്പസ് ആണോ എന്ന് നോക്കണമല്ലോ. ഓക്കെ, നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു റിസപ്ഷൻ ഏരിയ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഫ്ലോറിൽ തന്നെയാണ് ഇവരുടെ ലൈബ്രറി കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അണ്ടർഗ്രൗണ്ടിൽ ഇവരുടെ ലാബ് ഫെസിലിറ്റീസ് വരുന്നുണ്ട്, ഫിസിയോതെറാപ്പിക്കും അതുപോലെ തന്നെ ഫിസിയോളജി ലാബ്, അനാറ്റമി ലാബ്സ് ഒക്കെ അണ്ടർഗ്രൗണ്ട്, അതായത് തൊട്ട് താഴെയുള്ള നിലയിലായിട്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കി ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ മുകളിലത്തെ നിലയിലാണ് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഈ ഒരു ഫ്ലോറിലുള്ള ലൈബ്രറിയിൽ ഒന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് സ്ഫൂർത്തി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫാർമസി ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ലൈബ്രറിയാണ്. നമ്മൾ കുറെ കോളേജ് ലൈബ്രറി കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു വേറൊരു ആംബിയൻസിലേക്ക് ഓരോ അവരുടെ ഷെൽഫും കാര്യങ്ങളൊക്കെ ആണെന്നുള്ള വേറൊരു മോഡലുള്ളൊരു വേറൊരു യുണീക് മോഡലിലുള്ള ഷെൽഫും കാര്യങ്ങളും നമുക്ക് വായിക്കാനും ഒക്കെ ഇരിക്കാനും തോന്നും. അതുപോലത്തെ രീതിയിൽ കുറച്ച് ഏരിയ ഒരു നമുക്ക് എന്താ പറയാ, ഇങ്ങനെ പഠിക്കുന്ന പോലെ അല്ലാതെ കുറച്ച് ലെഷർ ആയിട്ടൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഇട്ട് ബീൻ ബാഗ് വെച്ചിട്ട് നല്ലൊരു സെറ്റിലായിട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് വന്നിരിക്കാം. ഒരു യുണീക് ലൈബ്രറിയാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫിസിയോതെറാപ്പിക്കും ഫാർമസിക്കും വേണ്ടി മാത്രമുള്ള ലൈബ്രറിയാണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 5000+ ബുക്സ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ആ 2 കോഴ്സിന് വേണ്ടി മാത്രമാണെങ്കിൽ ഇത്രയും ബുക്സ് ഇനഫ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ഇതുണ്ടല്ലേ, ആ ഒരു ഷെൽഫും കാര്യങ്ങളുടെ ഭംഗിയുണ്ടല്ലേ, വേറൊരു യുണീക് രീതിയിലുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. നമ്മൾ ആ ഇറങ്ങുന്ന സ്റ്റെപ്പും കാര്യങ്ങളും കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഒരു ഫൗണ്ടെയിൻ കൊടുത്തിട്ടുണ്ട് താഴെ, അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നന്നായിട്ട് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെയാണ് ലാബ്സും കാര്യങ്ങളും വരുന്നത്, അനാറ്റമി ലാബ്, അതുപോലെ ഫിസിയോതെറാപ്പിയുടെ ഇലക്ട്രോ ലാബ് ഒക്കെ അവിടെ ആണല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ലാബിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇവരുടെ ഫിസിയോതെറാപ്പിയുടെ ഇലക്ട്രോ തെറാപ്പി ലാബ്. അപ്പം നമ്മൾ നോക്കി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ അനാറ്റമി ആൻഡ് ഫിസിയോളജി ലാബ്. ഇത് ഇവിടുത്തെ BPT അതുപോലെ തന്നെ ഫാർമസി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിസിയോളജി ലാബ് ഫുള്ളായിട്ട് നമുക്ക് സിങ്ങും കാര്യങ്ങളും അതുപോലെ മൈക്രോസ്കോപ്സ് ഒരുപാടുണ്ട്. കാരണം മൈക്രോസ്കോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിലെ കുറേ തിയറി എക്സ്പെരിമെൻറ്റ്സ് നടത്താറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ മൈക്രോസ്കോപ്സ് ഒക്കെ. പിന്നെ ഇതെല്ലാം അനാറ്റമിക്കാർക്ക് വേണ്ടിയുള്ള സ്പെസിമെൻസും അതുപോലെ ഒറിജിനൽ ബോൺസും അതിൻ്റെ സ്പെസിമെൻസും ആണ് ഇവിടെ കാണുന്നത്. ഇനി മേളത്തെ ഫ്ലോറിലാണ് ഇവിടെ ക്ലാസ് റൂംസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ ഫാർമസ്യൂട്ടിക്കൽ ലാബ്. അത്യാവശ്യം എല്ലാ എക്യുപ്മെന്റ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ നിന്ന് ഓരോ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ബിഫാമിൻ്റെയും അതുപോലെ തന്നെ ഫാർമസിയുടെയൊക്കെ ക്ലാസ് റൂമിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്ലാസ് റൂമാണ്. എങ്ങനെയുണ്ട് സീറ്റിംഗ്? എങ്ങനെയുണ്ട് സീറ്റിംഗ്? നല്ല സുഖമുള്ളത്, നമുക്ക് ചാരി ഇരിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റി ഉണ്ട്. നല്ല വുഡൻ ചെയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നല്ല സ്പേഷ്യസ് ആണ് ക്ലാസ് റൂം. വെന്റിലേഷനൊക്കെ അത്യാവശ്യത്തിനുള്ളതുണ്ട്. ഇവിടെയും CCTV സർവൈലൻസിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല ക്ലാസ് റൂം അല്ലേ? അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ട എല്ലാ ഏരിയയിലുള്ള ഫാനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെ, ശരിയാണ്. നമ്പർ ഓഫ് ഫാൻസ് ഇവിടെ കൂടുതലാണ്. സാധാരണ ചില ലെക്ചറുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഫാൻസുകളുടെ എണ്ണം ഭയങ്കര കുറവായിരിക്കും. പക്ഷെ ഇവിടെ അത്യാവശ്യം ഒരു 4-5 ഫാനുകൾ ഈ ക്ലാസ് റൂമിൽ തന്നെ ഉണ്ട്.
ടോട്ടൽ ഫാർമസിക്ക് എത്ര ലാബ് ഇവിടെ പറഞ്ഞത്? ടോട്ടൽ 8 ലാബ്സ് ആണ് ഫാർമസിക്ക് ഇവിടെ ഉള്ളത്, ഈ ഒരു ബ്ലോക്കിൽ മാത്രം. അപ്പോൾ ഈ ഫാർമസി എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ലാബും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുമ്പോൾ നഴ്സിംഗ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ്. നഴ്സിംഗ് പിന്നെ മാനേജ്മെന്റ് സ്റ്റഡീസ്. അതെ, നമ്മളിപ്പോൾ ഉള്ളത് സ്ഫൂർത്തി കോളേജിന്റെ BPT സെക്കൻഡ് ഇയർ സ്റ്റുഡൻസുമായിട്ടാണ്. അപ്പോൾ അവരുടെ ഒരു റിവ്യൂ നമുക്ക് ചോദിക്കാം. പേരെങ്ങനെയാ? സ്ഥലം? കണ്ണൂർ. മോളുടെ? കൊല്ലത്ത് എവിടെ? പള്ളിമുക്ക്. ആ സ്ഥലം? പാലക്കാട്. സ്ഥലം? വയനാട്. കൊല്ലത്ത് കൊട്ടാരക്കര. ഇടുക്കി. പാലക്കാട്. അപ്പോൾ എല്ലാ ജില്ലയിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഓവറോൾ കോളേജിൻ്റെ എക്സ്പീരിയൻസ്? ഫാക്കൽറ്റീസ് എങ്ങനെയുണ്ട്? ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ. ലാബ് ഫെസിലിറ്റി എങ്ങനെയുണ്ട്? ഓക്കെ. ആ ഓക്കെ. ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്നത് മനസ്സിലാവാറുണ്ടോ? നിങ്ങളുടെ ഹോസ്റ്റൽ എവിടെ? ഇവിടെ തന്നെയാണോ അതോ ക്യാമ്പസിനകത്ത് തന്നെ ഹോസ്റ്റൽ? പുറത്താണ്. ഓക്കെ. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഹോസ്റ്റലായിരുന്നോ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫുഡൊക്കെ എങ്ങനെയാണ്? PG-യിലാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ക്യാമ്പസ് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ? ഓക്കെ. വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ക്യാമ്പസ് ആയിട്ടാണ് തോന്നുന്നത്. ഒരുപാട് ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ ഓക്കെ. ഓവറോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് സ്ഫൂർത്തി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ നഴ്സിംഗിൻ്റെ ബ്ലോക്കിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് അവരുടെ ലാബ്സും കാര്യങ്ങളും കുട്ടികളുടെ റിവ്യൂസും ഒക്കെ ചോദിക്കാം അല്ലേ? അതെ. അപ്പോൾ ഈ ഒരു ബിൽഡിംഗിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് നോക്കി കഴിഞ്ഞാൽ BBA, BCA, BCom. അതിൽ തന്നെ BBA-ലും BCA-ലും സ്പെഷ്യലൈസേഷൻസും അവൈലബിൾ ആണ് ഇവിടെ. ഇവിടെ ലോജിസ്റ്റിക്സിന്റെ ആഡ് ഓൺ കോഴ്സ് എടുക്കുന്നവർക്ക് CALT എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഫേമാണ് അവർക്ക് പ്ലേസ്മെന്റും അതുപോലെ തന്നെ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഈ ക്യാമ്പസ് പറയുന്ന അവരുടെ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അരിയേഴ്സ് ഇല്ലാണ്ട് കുട്ടികൾ പാസ് ആയിരിക്കണം. പേപ്പർ നിങ്ങൾ സപ്ലൈ ആകാൻ പാടില്ല. അതില്ലാണ്ട് നമ്മൾ ഫുൾ കംപ്ലീറ്റ് പാസ്സായാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ മാനേജ്മെന്റ് കോഴ്സിന്റെ ലാബും കാര്യങ്ങളും BCA-യുടെ ഒക്കെ ലാബും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് BCA-യുടെ കമ്പ്യൂട്ടർ ലാബിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നമുക്ക് കാണാം കുട്ടികളൊക്കെ കോഡിങ് ചെയ്യുന്നത് കാണാം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് മാനേജ്മെന്റ് ഒരു വൺ ഓഫ് ദി ലെക്ചർ ഹാളിലാണ്. അത്യാവശ്യം സ്പേസസ് ആണ്, നല്ല വെന്റിലേഷനും കാര്യങ്ങളും ഉണ്ട്, ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെ, ബേസിക് അമ്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. CCTV ഉണ്ട്, അതുപോലെ തന്നെ അതിന് പ്രൊജക്ടർ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോർഡിനോട് അടുപ്പിച്ച് ടേബിൾ ഇട്ടേക്കുന്ന എനിക്കൊന്ന് ഇവിടെ എക്സാംസ് നടന്നിരുന്നു, അതിനനുസരിച്ചാണ് ടേബിൾ ഒക്കെ ഇട്ടിരുന്നത്. അത്യാവശ്യം ഒരു ആവറേജ് ക്ലാസ് റൂം തന്നെ പറയാം. ഇത് നഴ്സിംഗിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ലൈബ്രറിയാണ്. നഴ്സിംഗിനായിട്ട് ഓൾമോസ്റ്റ് 2000+ ബുക്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനായിട്ട് 6000 ബുക്സും ഇവിടെ അവൈലബിൾ ആണ്. വളരെ അത്ര വലിയ ലൈബ്രറി എന്ന് പറയാനില്ല, അത്യാവശ്യം ആവറേജ് രീതിയിലുള്ള ലൈബ്രറി. ഇവിടെയുള്ള കോഴ്സും അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ലൈബ്രറിയാണ്. പേരെങ്ങനെയാണ്? സ്ഥലം? മോളുടെയോ? സ്ഥലം? ആലപ്പുഴ. ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് കോളേജ് വന്നിട്ട്? നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ കോളേജ് വന്നിട്ട് നിങ്ങൾ അവിടുന്ന് എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ പ്രതീക്ഷ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയോ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നല്ലപോലെ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷിലാണോ കൂടുതലും ക്ലാസ് എടുക്കുന്നത്? ഓക്കെ. ഫാക്കൽറ്റീസ് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ? ഗേൾസ് ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരിക്കലും കിട്ടില്ല. ഇവിടെ ഞങ്ങൾ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ മാറ്റി റെഡിയാക്കിയൊക്കെ തന്നു. ഓക്കെ. ഒരു റൂമിൽ എത്ര പേരാ നിങ്ങളുടെ റൂമിൽ? 6 പേര്. ബാത്റൂം അറ്റാച്ച്ഡ് ആണോ? ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, കോമൺ ബാത്റൂം ആണ്. എങ്ങനെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണോ? കണ്ടീഷൻ ഇടുക്ക് വേറെ സർക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ ഓക്കെ. ഒരു ആവറേജ് റൂം എന്ന് പറയാം. ഓക്കെ. നിങ്ങൾ ബോയ്സിന്റെ ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഓക്കെ. സ്പേഷ്യസ് ആണോ റൂം? ഫുഡും കാര്യങ്ങളും? നിങ്ങളുടെ ഫുഡും കാര്യങ്ങളും എങ്ങനെയുണ്ട്?
നിങ്ങൾ പുറത്തുനിന്നാണ് ഫുഡ് ഹോസ്റ്റലിൽ നിന്ന് തന്നെയാണ്. ഫുഡ് എങ്ങനെയുണ്ടോ? കേരള ഫുഡൊക്കെ ഉണ്ടോ? ഇല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല. ഓക്കെ. നോൺ വെജ് വെജ് അങ്ങനെ വീക്ക്ലി എങ്ങനെയാണ്? നോൺ വെജ് സൺഡേസ്. ഓക്കെ. ബാക്കിയെല്ലാം വെജാണ്. നിങ്ങൾക്ക് ട്രാവലിംഗ് ഇവിടുന്ന് എങ്ങനെയാണ്? എളുപ്പമാണ്? ഹോസ്റ്റലിനകത്ത് കോമ്പൗണ്ടിനകത്ത് തന്നെ തൊട്ടടുത്താ? എത്ര ദൂരമുണ്ട്? നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയൊക്കെയോ? നിങ്ങൾ ബസ്സിലാണോ പോകുന്നത് സാധാരണ വീട്ടിലേക്ക്? മജിസ്ട്രേറ്റ് ഇവിടുന്ന് ബസ്സിന് പോയിട്ട് അവിടുന്ന് ട്രെയിനിൽ പോകും അല്ലേ? ട്രാവലിംഗ് ഒന്നും ബുദ്ധിമുട്ടില്ലല്ലോ ഇവിടെ? കുഴപ്പമില്ലല്ലോ. നിങ്ങൾ വന്നിട്ട് ഇതൊരു വീട്ടിൽ പോയാ? ഓക്കെ. ഹോസ്റ്റല് ഇവിടുന്ന് അടുത്ത് തന്നെയാണോ? ഓക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ റാൻഡം ആയിട്ട് ഇവിടുത്തെ ഫസ്റ്റ് ഇയർ GNM സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഒപ്പീനിയൻ എന്താ ചോദിക്കാം. നിങ്ങൾക്ക് എവിടെയാണ് സ്ഥലം? എവിടെയാണ് അവളുടെ? ട്രിവാൻഡ്രം. ആലപ്പുഴ, ട്രിവാൻഡ്രം, മലപ്പുറം. ഓക്കെ. ഓക്കെ. എങ്ങനെയുണ്ടോ ഒരു കോളേജിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് നിങ്ങളുടെ? ഒരു 3 months ആയിട്ടുള്ളൂ വന്നിട്ട്. എങ്ങനെയുണ്ട് കോളേജ്? നല്ലതാണ്. പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷിലാണോ പഠിപ്പിക്കുന്നത്? ഓക്കെ. ഇംഗ്ലീഷ് ക്യാച്ചപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആവറേജ് ആണോ? ഓക്കെ. ഒരു റൂമിൽ 6 പേരല്ലേ നിങ്ങളുടെ ഹോസ്റ്റലിൽ? ഓക്കെ. BSc നഴ്സിംഗ് എല്ലാവർക്കും സെയിം ഹോസ്റ്റൽ തന്നെയല്ലേ? ഓക്കെ. ഫുഡ് എങ്ങനെയുണ്ട്? ഓക്കെ. എങ്ങനെ ട്രാവലിംഗ് എങ്ങനെയാണ്? നിങ്ങൾ വീട്ടിൽ പോയോ? വന്നിട്ട് ഇതുവരെ വീട്ടിൽ പോയായിരുന്നു? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ട്രാവലിംഗ് വീട്ടിലോട്ട് പോകുന്നത്? എങ്ങനെയാണ് ഇവിടുന്ന് എങ്ങനെയാണ് പോകുന്നത്? തൊട്ടുള്ള ഓക്കെ. ഇവിടുന്ന് ബസ്സിന് മജിസ്ട്രേറ്റ് പോകും, അവിടുന്ന് ട്രെയിനിൽ നാട്ടിലോട്ട്. ഓക്കെ. ട്രാവലിങ്ങിന് മറ്റു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? എപ്പോഴും ബസ്സൊക്കെ കിട്ടുന്ന അവൈലബിലിറ്റി ഉണ്ടോ? ഓക്കെ. നിങ്ങൾ വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി ഇത്ര സമയത്തുള്ള ഹോസ്റ്റലിൽ കയറണം അങ്ങനെയൊക്കെ ഉണ്ടോ? 8 മണിക്ക് മുമ്പായിട്ട് കയറണം അല്ലേ? ഓക്കെ. 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 എങ്ങനെയുണ്ട്? സ്ട്രിക്റ്റ് ആണോ കോളേജ്? ഒരു ആവറേജ്? ഓക്കെ. 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 അപ്പോൾ ഒരു നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ക്യാമ്പസുമായിട്ട്? ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ മാനേജ്മെന്റ് കോഴ്സിന്റെ കാര്യങ്ങൾ കവർ ചെയ്തു, നഴ്സിംഗിന്റെ ക്ലാസ് റൂം കണ്ടു, കുട്ടികളോട് സംസാരിച്ചു, ലാബ് ഞങ്ങൾ നേരിൽ കണ്ടു, പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എക്സാംസ് നടക്കാണ്, എക്സ്റ്റേണൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് തൊട്ട് പിന്നെ തന്നെ കാണാം വേറെ ക്യാമ്പസിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ. ഇതൊരു എക്സാം സെന്റർ ആണ്. അപ്പോൾ വേറെ ക്യാമ്പസിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഇവിടെ എക്സാം എഴുതാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കാരണം എക്സാം സെന്റർ ആയത് കാരണം കുറേ റെസ്ട്രിക്ഷൻ അവർ പറഞ്ഞു. അല്ലെങ്കിൽ ലാബുകളും കാര്യങ്ങളൊക്കെ ആവറേജ് ആണ്. ഇനി ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് മെസ് ഫെസിലിറ്റി. അപ്പോൾ ഇവിടെ തന്നെയാണ് ക്യാമ്പസിനകത്ത് തന്നെ മെസ് ഫെസിലിറ്റി. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഇവരുടെ മെസ് ഫെസിലിറ്റി വരുന്നത്. ഇതൊരു ഹോൾ ക്യാമ്പസിന് മൊത്തത്തിലുള്ള മെസ് ഫെസിലിറ്റി ഇതാണ്. സോ കൊള്ളാം, നീറ്റായിട്ട് വെച്ചിരിക്കുന്നു. കിച്ചൺ നമുക്ക് അകത്തൂടി കാണാം കേട്ടോ, ഗ്ലാസ് ആണ്, നമുക്ക് ഇങ്ങനെ കാണാം. നീറ്റായിട്ട് തന്നെ വെച്ചേക്കുന്നു കിച്ചണൊക്കെ. നമ്മൾ ഇതുവരെ ഒരു ഹോസ്റ്റലിൽ ഒരു മെസ്സിന്റെ കിച്ചൺ ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈസ്റ്റ് പോയിന്റിൽ കുറച്ച് ഭാഗം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ കിച്ചൺ വളരെ നീറ്റ് ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ ചേട്ടന്മാർ നമ്മുടെ നാട്ടിലെ പപ്പടം പൊരിക്കുന്നുണ്ട്. ഒരു പപ്പടം എടുത്തോട്ടോ. നമ്മുടെ നാട്ടിലെ പപ്പടത്തിന്റെ ഏകദേശം സെയിം ആണ് ഇവിടുത്തെ അപ്പളമാണിത്. പക്ഷെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു കേട്ടോ. എല്ലാം നല്ല നല്ല വൃത്തിയുണ്ട്. പിന്നെ നല്ല പരിപ്പ് കറി, അവിയലാ. അവിയലെല്ലാം വളരെ നീറ്റ് ആയിട്ടുണ്ടോ? ഇത് ഡാൽ കറിയാ. ഓക്കെ. ഓരോ സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് നല്ല വൃത്തിക്കാനാണ്. അപ്പം വളരെ ഹൈജീൻ ആണ്. ആക്ച്വലി നമ്മൾ കിച്ചൺ കയറുമെന്ന് നമ്മൾ ഇൻഫോം പോലും ചെയ്തിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. നമുക്ക് വന്ന സ്ഥിതിക്ക് ഇച്ചിരി ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം അതിന്റെ റിവ്യൂ കൂടെ പറയാമല്ലോ. കുറച്ച് കോളേജിലെ നമുക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നുള്ളൂ. സോ അത് നമുക്കിവിടെ യൂട്ടിലൈസ് ചെയ്യാം. ചോറ്, നല്ല മാങ്ങാച്ചാറ്, നാരങ്ങ അച്ചാർ, മാങ്ങായും നാരങ്ങ മിക്സ്ഡ് അച്ചാർ, അവിയല്. നമ്മൾ കിച്ചണിൽ നിന്ന് തന്നെ നേരെ വാങ്ങിക്കുക. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. റൈസാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ആ പരിപ്പുരയുടെ വന്നാൽ സെറ്റായിട്ട് കഴിക്കായിരുന്നു. ഇപ്പൊ നമ്മളോടുള്ളത് മലയാളി സ്റ്റുഡൻസ് ആണ്. അത് ഫാർമസിയിൽ പഠിക്കുന്ന കുട്ടികളാണ്. ബിഫാമിന് എങ്ങനെയുണ്ട് ക്യാമ്പസ്? കുഴപ്പമില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം മറ്റു ഡിപ്പാർട്ട്മെന്റ്സിനെ സംബന്ധിച്ചോളം റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറവാണ് ബിഫാമിന്റെ കേസിൽ. ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് അങ്ങനെ വലുത് തോന്നിയിട്ടില്ല. ഫാക്കൽറ്റീസും കുഴപ്പമില്ല. പഠിപ്പിക്കുന്നതൊക്കെ പിന്നെ ഇന്റർനെറ്റ്സിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അത്ര സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. ഇന്റർനെറ്റ്സൊക്കെ അവർ ആ എക്സാമിന്റെ ടൈം ആവുമ്പോൾ ഞങ്ങൾക്ക് തരാറൊക്കെ ഉണ്ട്. ഇപ്പോൾ അറ്റൻഡൻസിന്റെ കേസ് ആണെങ്കിലും ഇന്റർനെറ്റ്സിന്റെ കേസിലാണെങ്കിലും തരാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ സഫറിങ്സും കാര്യങ്ങളൊന്നും തോന്നിയില്ല ഇതുവരെ. ഓക്കെ, ലാബ് എനിക്ക് നിങ്ങൾക്ക് 8 ലാബ് കണ്ടോന്നില്ലേ ഫാർമസിക്ക്? ഫാർമസി അത് ഓരോ സെമ്മിനും ഇപ്പോൾ ഫസ്റ്റ് സെം ആണെങ്കിൽ 4 ലാബ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓരോ സെമ്മിനനുസരിച്ച് ഓരോ ലാബാണ്. തിയറി സെക്ഷൻ ഉണ്ട്. മോർണിംഗ് തിയറി സെക്ഷൻ ആണെങ്കിൽ ആഫ്റ്റർനൂണ് പ്രാക്ടിക്കൽ സെക്ഷൻ 2 സെക്ഷൻ ആയിട്ട് എടുക്കും. ഓക്കെ, ഫാക്കൽറ്റീസ് ഇംഗ്ലീഷ് തന്നെയല്ലേ പഠിപ്പിക്കുന്നത്? ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? ഹോസ്റ്റൽ ഫെസിലിറ്റി എങ്ങനെയുണ്ട്? ഞാൻ പുറത്താണ് പുറത്താണ് ഇവർ രണ്ടാളും ഹോസ്റ്റല് കുഴപ്പമില്ല. ഇവിടുന്ന് കുറച്ചൊരു 1 കിലോമീറ്റർ അടുത്താണ് ഹോസ്റ്റലുള്ളത്. അപ്പൊ ഗേൾസിന്റെ ഹോസ്റ്റൽ അകത്ത് ഗേൾസിൽ അതാ ഈ കോമ്പൗണ്ടിൽ തന്നെ ഉള്ളത്. ബോയ്സിന് മാത്രമാണ് പുറത്തുള്ളത്. പുറത്തുള്ളത്. മെസ് ഫുഡ് നമ്മൾ കഴിച്ചു. നമ്മൾ ഫസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ഇപ്പൊ ഞങ്ങളിപ്പോ ഫൈനൽ ഇയർ ആണ്. അപ്പൊ ഞങ്ങളിപ്പോ അഡാപ്റ്റഡ് ആയി പോയി. കുഴപ്പമില്ല. ഫസ്റ്റ് വന്നപ്പോ ഞങ്ങൾക്ക് കിച്ചൺ കാണാൻ നല്ല വൃത്തിയാണ്. ഉണ്ട്. ആദ്യം കുറച്ചൊക്കെ പോരായിരുന്നു. പിന്നെ കുറച്ച് കുറെ കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അവരിങ്ങനെ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇമ്പ്രൂവ് ആയിരുന്നു. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സ്ഫൂർത്തി കോളേജിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെഷനാണ് നമ്മൾ എത്തിക്കുന്നത്, കോളേജിന്റെ ഫൈനൽ റിവ്യൂ. അപ്പോൾ നമ്മൾ പല കോളേജസും കൺട്രോളാണ്. അപ്പോൾ ഈ ഒരു ക്യാമ്പസ് കണ്ടപ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നീറ്റാണ്, ഇൻഫ്രാസ്ട്രക്ചർ കൊള്ളാം. പിന്നെ കോഴ്സസ് നമുക്ക് കുറച്ചുകൂടെ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് ബി ഫാമിന് കുഴപ്പമില്ല, നഴ്സിംഗും നല്ലതാണ്, ഫിസിയോതെറാപ്പി കുഴപ്പമില്ല. പിന്നെ മാനേജ്മെന്റ് കണ്ടത് വെച്ചിടത്തോളം വലിയ ലാബ് ഫെസിലിറ്റീസ് ഒന്നും, വലിയ ലാബ് അത്യാവശ്യം ഉണ്ട്, എന്നാലും വലിയ ലാബ് എന്ന് പറയാനായിട്ട് ഇല്ല. എന്നാലും ഒരു ആവറേജ് ഫെസിലിറ്റി ഒക്കെ. പക്ഷേ BBA ലോജിസ്റ്റിക്സിനൊക്കെ നല്ല രീതിയിലുള്ള സ്പെഷ്യലൈസേഷനും അതിന്റെ ഇൻടേക്ക് ഒക്കെ മറ്റേ ആ ഒരു അമേരിക്കൻ കമ്പനിയായിട്ടൊക്കെ പ്ലേസ്മെന്റ് ഒക്കെ ടൈ അപ്പ് ഉണ്ടെന്ന് ഇവർ പറയുന്നു. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇവരുടെ ബഡ്ജറ്റ് വെച്ചിട്ട് ഫീസ് വളരെ കുറവാണ്. മാനേജ്മെന്റ് കോഴ്സിനൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിക്കാണ് വളരെ ഫീസ് കുറവാണ്. നമ്മൾ കൊടുക്കുന്ന പേ ചെയ്യുന്ന ഫീസിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് അതായത് ഈ ഫീസ് വാങ്ങുന്ന വേറെ ചില കോളേജസ് ചിലപ്പോൾ ഇത്രയും കൊടുക്കുന്നില്ലായിരിക്കും. പക്ഷേ ഇവർ വാങ്ങിക്കുന്ന ഫീസിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് അതിനെക്കാട്ടിൽ കൂടുതൽ ഫെസിലിറ്റീസ് ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. കുട്ടികൾ പറയുന്നുണ്ട് ഈ ഒരു അടുത്തായിട്ട് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അതെ അതെ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ആണെന്നുണ്ടെങ്കിലും ഹോസ്റ്റൽ ആണെന്നുണ്ടെങ്കിലും ഹോസ്റ്റൽ ആവറേജ് ആണെന്ന് കുട്ടികൾ പറയുന്നത്. പക്ഷേ മെസ് ഫെസിലിറ്റി നമ്മൾ നോക്കിയിട്ട് അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. അത് കിച്ചൺ നന്നായിട്ട് നമ്മളത് പറയണമല്ലോ, നല്ല ക്ലീൻ കിച്ചൺ. നമ്മൾ നേരത്തെ ഇൻഫോം പോലും ചെയ്തിട്ടില്ല, എന്നാൽ പോലും നമ്മൾ ജസ്റ്റ് കയറിയ ഉടനെ അത്ര ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു അല്ലേ. എനിക്ക് നമുക്ക് നഴ്സിംഗിന്റെ ലാബ്സ് വലുതായിട്ട് കാണിക്കാൻ പറ്റില്ല, പക്ഷെ ഇവിടെ എക്സാം നടക്കുന്നതുകൊണ്ടാണ് എക്സ്റ്റേണൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് കയറാൻ അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം മോശമല്ലോ. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ബഡ്ജറ്റിനനുസരിച്ച് അഫോർഡബിൾ ക്യാമ്പസ് ആണ് സ്ഫൂർത്തി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ലൊരു കാം എൻവയോൺമെന്റ് ആണ്. ഒരുപാട് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ക്യാമ്പസ് അല്ല. ടോട്ടൽ ഒരു 3 ബിൽഡിംഗ് ആണ് ഇതിനകത്ത് ടോട്ടലി വരുന്നത്. അപ്പോൾ വലിയൊരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ക്യാമ്പസ് അല്ലാതെ ഗേൾസിന്റെ ഹോസ്റ്റൽ ക്യാമ്പസിനകത്തും ബോയ്സിന്റെ ഹോസ്റ്റൽ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് കോളേജ് റിവ്യൂ വരുന്നുണ്ടെങ്കിൽ ബൈ.